ഹായ്, നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ടൈം ആൻഡ് വർക്കിന് തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്. ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നോക്കാം എന്താണെന്ന്. അതെന്താ പറയുന്നത്? 3 പേരുണ്ട്, എക്സ് വൈ സെഡ്. അതിൽ പറയുന്നു എക്സ് എ പീസ് ഓഫ് വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? 30 days കൊണ്ട് തീർക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ എക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സ് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം അയാൾക്ക് വേണം? 30 days വേണം. ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാം കൂടി LCM എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആ LCM എടുത്താൽ ടോട്ടൽ വർക്ക് കിട്ടും. അപ്പൊ നമ്മൾ ആദ്യ സ്റ്റെപ്പ് എന്താ? അവരുടെ ഇൻഡിവിജ്വൽ ടൈംസ് എടുത്ത് എഴുതുന്നു. എക്സ് 30 days കൊണ്ട് വർക്ക് തീർക്കും, വൈ 20 days കൊണ്ട് വർക്ക് തീർക്കും. ഇത് വേറെ മെത്തേഡിലും ചെയ്യാം. ഇതൊരു ബേസിക് മെത്തേഡ് ഞാൻ ആദ്യം പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ മെത്തേഡിൽ ഇതേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും മിക്സ് ആയാൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പോൾ ഇനി അടുത്ത് പറയുന്നു ഇസഡ് ഒരു 24 days കൊണ്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എക്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days, വൈ ക്യാൻ ഡു ഇറ്റ് ഇൻ 20 days, ഇസഡ് ക്യാൻ ഡു ഇറ്റ് ഇൻ 24 days. എന്താ ഇത് പറയുന്നത്? ഇവർ 3 പേരും ഒരു പർട്ടിക്കുലർ ജോബ് തന്നെയാണ് തീർക്കുന്നത്. ഒരു പർട്ടിക്കുലർ ജോബ് തന്നെയാണ് ഇവർ 3 പേരും ചെയ്യുന്നത്. എ ആണ് അല്ലെങ്കിൽ എക്സ് ആണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ ഈ മുഴുവൻ ജോലി ചെയ്ത് തീർക്കാൻ എക്സിന് എത്ര ദിവസം വേണം? 30 ദിവസം വേണ്ടി വരും. പക്ഷേ വൈ ആണ് ഈ മുഴുവൻ ജോലി ചെയ്യുന്നതെങ്കിൽ വൈക്ക് എത്ര ദിവസം വേണ്ടി വരും? 20 ദിവസം വേണ്ടി വരും ഈ ഫുൾ ജോലി തീർക്കാൻ, ആ മൊത്തം ജോലി തീർക്കാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഇസഡ് ആണ് ഈ മൊത്തം ജോലി ചെയ്യുന്നതെങ്കിൽ ഇസഡിന് ഈ മൊത്തം ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? ഒരു 24 days വേണ്ടി വരും ഈ മുഴുവൻ ജോലി ചെയ്യാൻ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഇവർ വേറെ വേറെ ജോലി ചെയ്യുന്നതല്ല. ഒരു കാര്യം പറയുന്നത്, എന്തോ ഒരു ജോലി ഉണ്ടായിരുന്നു, എന്തൊരു സാധനം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നു, അത് ഈ പറയുന്ന എക്സും വൈ ഇസഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്താൽ എടുക്കുന്ന സമയമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്ത് വേണം? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ആൾ ഡു ഇറ്റ് ടുഗദർ? ഇനി ഇവർ 3 പേരും കൂടിയാണ് ആ പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതെങ്കിൽ, അവർ 3 പേരും ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കാം എന്നുള്ളതല്ലേ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 പേരുടെ കാര്യം പറഞ്ഞിരുന്നു. എങ്കിൽ 3 പേരാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM എടുത്താൽ മതി. നോക്കാം. തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM ഓഫ് 30, 20, 24. തന്നിരിക്കുന്ന നമ്പർ ലാർജസ്റ്റ് നമ്പർ ആരാ? 30 ആണ്. 30യുടെ മൾട്ടിപ്പിൾ ബാക്കിയുള്ളതിനെ മൾട്ടിപ്പിൾ ആകുന്ന രീതിയിൽ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സാധാ പണ്ട് ചെയ്യുന്ന പോലെ 30, 20, 24 എന്ന് എടുത്തിട്ട് അതിന്റെ LCM എടുത്താലും മതി. കോമൺ ആയിട്ടുള്ളതിനെയൊക്കെ ഒഴിവാക്കാം. എന്തെഴുതാക്കാം? 6 എടുക്കുന്നു. 6 ആണെങ്കിൽ 5 times 20, 6 times അല്ല 4 times. ഇനി അടുത്ത് എന്തായിരുന്നു? ഒരു 2 എടുക്കുന്നു, അല്ലെങ്കിൽ 5 എടുക്കുന്നു. 5 എടുത്തു കഴിഞ്ഞാൽ 1 times 4 times 4 times. ഇനി എന്തേ ഉള്ളൂ? 4 കൂടിയേ ഉള്ളൂ. 1 times 1 times 1 times. എത്ര കിട്ടും? 30 into 4. 30 into 4 എത്ര കിട്ടും? 30 into 4, 3 into 4 12. അന്നേരം 30 into 4 എത്ര കിട്ടും? 120 എന്ന് കിട്ടും. അതായത് LCM ഓഫ് 30, 20, 24 എത്ര കിട്ടും? 120 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഞാൻ പണ്ട് പഠിക്കുന്ന മെത്തേഡാണെങ്കിൽ തന്നിരിക്കുന്ന ലാർജസ്റ്റ് നമ്പർ നോക്കുന്നു 30 എപ്പോഴാണ് 24 മൾട്ടിപ്പിൾ ആവുന്നത്? 24 മൾട്ടിപ്പിൾ ലാസ്റ്റ് 0 വരണ്ടേ? അപ്പോൾ എപ്പോഴാണ്? ഇൻറ്റു 10 times 240 വരും. അതല്ലെങ്കിൽ ഇൻറ്റു 5 times അതിന്റെ പകുതിയിലും വരും, 120ലും വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് 120 എന്ന് പറഞ്ഞാൽ 30ന്റെയും 20ന്റെയും 24ന്റെയും LCM ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? 120 ആയിരിക്കും. അതിന്റെ ടോട്ടൽ എന്ത് പറയുന്നത്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, 120 കിട്ടി. എങ്കിൽ ഇനി അടുത്ത് ബാക്കി എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ ആയിട്ട് ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. അതിനുശേഷം അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി എഫിഷ്യൻസി ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ വർക്ക് ബൈ ആരുടെയാണ് എഫിഷ്യൻസി വേണ്ടത്? അയാളുടെ ടൈം ഓഫ് എക്സ്. എഫിഷ്യൻസി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് എക്സ്. അതായത് 120/30 കിട്ടും. 12/3 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പം എക്സ് എന്ന് പറയുന്നയാൾ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 4 ജോലി ചെയ്യും. ഇനി നോക്കുന്നു എഫിഷ്യൻസി ഓഫ് വൈ. അതായിരുന്നു എത്ര? ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് വൈ. ടോട്ടൽ വർക്ക് നമുക്കറിയാം, ടൈം ഓഫ് വൈ നമുക്കറിയാം. എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് നമുക്കറിയാം എത്രയായിരുന്നു? 120 ആയിരുന്നു ടോട്ടൽ വർക്ക്. എഫിഷ്യൻസി എത്രയായിരുന്നു? 20 അല്ല, ടൈം ഓഫ് വൈ എത്രയായിരുന്നു? 20 ആയിരുന്നു. അപ്പോൾ 120/20 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അതായത് വൈ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 6 ജോലി ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്ന ഇസഡ്. എഫിഷ്യൻസി ഓഫ് സെഡ് എത്ര കിട്ടും? ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് സെഡ് എത്ര കിട്ടും? 120/24 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അതായത് ഇസഡ് എത്ര ജോലി ചെയ്യും? ഒരു ദിവസം 5 ജോലി ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ എക്സ് ഒരു ദിവസം 4 ജോലി ചെയ്യും, വൈ ഒരു ദിവസം 6 ജോലി ചെയ്യും, സെഡ് ഒരു ദിവസം 5 ജോലി ചെയ്യും. എങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? ഇവർ 3 പേരും കൂടി ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 15 ജോലി ചെയ്യും. എങ്ങനെയായിരുന്നു? 4 + 6 + 5 15 ജോലിയായിരിക്കും ഇവർ 3 പേരും കൂടി ചെയ്യുന്നത്. അങ്ങനെ 3 പേരും കൂടി 15 ജോലി ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഈ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആക്കാം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഈ മുഴുവൻ ജോലി ഇവർ 3 പേരും കൂടി ഒരുമിച്ചാണ് തീർക്കുന്നതെങ്കിൽ
എത്ര ദിവസം എടുക്കും ആ ജോലി തീരാൻ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഇവർ 3 പേരും കൂടിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 15 ജോലി ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഒരു ദിവസം അവർ 3 പേരും കൂടെ എത്ര ജോലി ചെയ്യും? 15 ജോലി ചെയ്യും. എങ്കിൽ അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്താൽ ഈ 120 ജോലി തീർക്കാം? നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ 120 അല്ലേ? അപ്പോൾ ഒരു ദിവസം അവർ 15 ജോലി ചെയ്യുമെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്താൽ ഈ പറയുന്ന 120 ജോലി ചെയ്യും? 15 എന്ത് മൾട്ടിപ്പിൾ ചെയ്താൽ 120 കിട്ടും എന്ന് നോക്കിയത്, അല്ലെങ്കിൽ 120/5 ചെയ്താൽ മതി. നമ്മുടെ ലോജിക്കൽ എങ്ങനെ ആയാലും അതല്ല നമുക്ക് നോക്കുന്നെങ്കിൽ നമുക്ക് എഫിഷ്യൻസി ഓഫ് A + B എക്സ് വൈ പ്ലസ് ഇസഡ് ഉണ്ട് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ്. എക്സും വൈയും ഇസഡും കൂടി ചേർന്നുള്ള ടൈമാണ് വേണ്ടത്. എങ്കിൽ നമ്മുടെ ലോജിക്ക് നമ്മുടെ ഇക്വേഷൻ മാത്രം മതിയെങ്കിൽ ആരുടെയാണോ ടൈം ഉള്ളത് അയാളുടെ നമുക്ക് എഫിഷ്യൻസി കിട്ടും. എങ്ങനെ? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ചെയ്താൽ മതി. നമുക്ക് എഫിഷ്യൻസി ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഉണ്ട്, ടോട്ടൽ വർക്കും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 120/15. ഇവർ ഒരു ദിവസം 15 ജോലി ചെയ്യും. അങ്ങനെ എക്സ് ഡേയ്സ് വർക്ക് ചെയ്താൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ n ഡേയ്സ് വർക്ക് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് തീരണം. എങ്കിൽ ആ n ഡേയ്സ് കണ്ടുപിടിക്കാൻ 120/15 ചെയ്താൽ പോരെ? നമുക്ക് മനസ്സിലാകുന്ന മെത്തേഡ്. അത് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്താൽ ടോട്ടൽ ടൈം കിട്ടും. 120/15 എത്ര കിട്ടും? 15 × 6, 15 × 2 30 കിട്ടും, × 4 60 കിട്ടും, 690 × 8 ആയിരിക്കും. 15 × 8 എത്ര കിട്ടും? 120 കിട്ടും. അതായത് അവർക്ക് എത്ര ദിവസം വേണ്ടി വരും? 8 ഡേയ്സ് വേണ്ടി വരും അവർക്ക് ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ 15 × 8 അല്ലേ 120 ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എക്സും വൈയും ഇസഡും കൂടി ചേർന്ന് ഒരു 8 ഡേയ്സ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം? അവർക്ക് ഈ 120 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പ് ഇത്രയും ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞെങ്കിലും ഇത്രയും ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ ഞാൻ വീണ്ടും എഴുതേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഡേയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ LCM എടുത്ത് ടോട്ടൽ വർക്ക് ആക്കുക. ടോട്ടൽ വർക്കിന് ഇൻഡിവിജ്വൽ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എഫിഷ്യൻസി കിട്ടും. ഇനി ആരുടെയൊക്കെയാണ് വേണ്ടത് ആ ഇൻഡിവിജ്വൽ എഫിഷ്യൻസീസ് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി കിട്ടും. ഇനി ടോട്ടൽ ടൈമാണ് വേണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ഡിവൈഡ് ചെയ്താൽ അല്ല ടോട്ടൽ എഫിഷ്യൻസി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ടൈം കിട്ടും. അപ്പോൾ ഇതേ ഒരു പാത്ത് നമുക്ക് ഫോളോ ചെയ്താൽ മതി ഏത് ക്വസ്റ്റ്യൻ. 1-2 ക്വസ്റ്റ്യനോട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഐഡിയ എന്താണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. M and N can do a piece of work in 8 days. O can do it in 24 days. In how many days will M and O can do it together? നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം കൊണ്ട് ശ്രദ്ധിക്കുക. എമ്മും എന്നും കൂടിയാണ് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കുന്നത്. അതായത് എമ്മും എന്നും കൂടി ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും ആണല്ലോ. ഇനി പറയുന്നു നെക്സ്റ്റ് ആൾ ഒരു O എന്ന് പറയുന്ന ടൈം ഓഫ് ഓയുടെ ടൈം എത്രയായിരുന്നു? 24 ഡേയ്സ് കൊണ്ട് അയാൾ ആ ജോലി തീർക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും കൂടി ചെയ്യുന്ന ടൈം ഓഫ് M + N + O ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എമ്മിന്റെ അറിയില്ല, എന്നിന്റെ അറിയില്ല. പക്ഷെ നമുക്കറിയാം എമ്മും എന്നും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുമെന്ന്? 8 ഡേയ്സ് കൊണ്ട് വർക്ക് തീർക്കും. ഇതിന്റെ ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഈ എമ്മിനെ എന്നിനെ നമ്മൾ 2 ഡിഫറെന്റ് ആൾക്കാരായിട്ട് വിചാരിക്കേണ്ട. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇവർ 2 പേരും ഒരു പർട്ടിക്കുലർ ഒരു ഒറ്റ പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഇവിടെ എമ്മും എന്നും കൂടി ചേർന്നിട്ടില്ല 8 ഡേയ്സ്. ആ എമ്മും എന്നും എന്ന് പറയുന്ന ആളെ നമ്മൾ എന്തായിട്ട് വിചാരിച്ചാൽ മതി? ഒരൊറ്റ ആളായിട്ട് വിചാരിച്ചാൽ മതി. എമ്മും എന്നും ഒരാളായിരുന്നു. ആ ആൾ 8 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കും. രണ്ടാമത് പറയുന്നു O എന്ന് പറഞ്ഞാൽ 20 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിൽ ജോലി തീർക്കുന്ന സമയം എത്രയാ? XY/X+Y. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. A ഒരു X ഡേയ്സ് കൊണ്ടും B ഒരു Y ഡേയ്സ് കൊണ്ടും ആണെങ്കിൽ അവർ 2 പേരും കൂടി ചേർന്നെടുക്കുന്ന സമയം എത്രയാ? XY/X+Y. 8 × 24 / 24 + 8 32. 8 × 32 4 times, 4 × 24 6 times. ആൻസർ എത്ര കിട്ടും? 6 ഡേയ്സ് കിട്ടും. നമുക്ക് നോക്കുന്നതിന് ആൻസർ കിട്ടണം. അതങ്ങനെ കിട്ടണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കണം. എമ്മും എന്നും കൂടി 8 ഡേയ്സും ഒരു തേർഡ് പേഴ്സൺ 24 ഡേയ്സും എന്നിട്ട് വീണ്ടും പറയുന്നു എമ്മിന്റെ എന്നിന്റെയും കൂടി 6 ഓയും കൂടി വരുന്നു എന്നുള്ള കാര്യം. അപ്പൊ നോക്കി, ആദ്യം ഒരാൾ 8 ദിവസം, രണ്ടാമത്തെ ആൾ 24 ദിവസം. എങ്കിൽ ഇവർ 2 പേരും കൂടി ചേർന്ന് XY/X+Y. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇക്വേഷൻ? XY/X+Y ചെയ്താൽ എത്ര കിട്ടും? 6 ഡേയ്സ് കിട്ടും. അതല്ല നമ്മൾ സാധാ മെത്തേഡിൽ നമ്മുടെ ഇപ്പം പറഞ്ഞിരുന്ന ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ട്രഡീഷണൽ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ശരിയാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. LCM ഓഫ് 24 and 8 എത്ര കിട്ടും? 24 തന്നെ കിട്ടും. എങ്കിൽ എഫിഷ്യൻസി ഓഫ് M + N, എമ്മിന്റെയും എന്നിന്റെയും കൂടി എഫിഷ്യൻസി, കാരണം ടൈം ഓഫ് M + N അല്ലേ. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി ഓഫ് M + N ആയിരിക്കും കിട്ടുന്നത്. നമുക്കറിയാം ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? 24 ആയിരുന്നു. കാരണം എന്താ? LCM ഓഫ് 8 24. 8ന്റെയും 24ന്റെ LCM എത്ര കിട്ടും? 24 തന്നെ കിട്ടും. 24 തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടാം? ഈ 24 ടോട്ടൽ ടൈം ഓഫ് M and N ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് M and N ഉണ്ട്.
24/8 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അയ്യോ 3 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? 24/8 3 എന്ന് കിട്ടും. ഇനി രണ്ടാമത് OED ആണ് നമുക്ക് എഫിഷ്യൻസി വേണ്ടതെങ്കിലോ എഫിഷ്യൻസി ഓഫ് O എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 24/24. ആൻസർ എത്രയായിരിക്കും? 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് M and N 3. M N കൂടി ഒരു ദിവസം 3 ജോലി ചെയ്യും, O മാത്രം ഒരു ദിവസം 1 ജോലി ചെയ്യും. എങ്കിൽ M N Oയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? എഫിഷ്യൻസി ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ്. എത്ര എമൗണ്ട് ഓഫ് ജോലി ചെയ്യുന്നു ഒരു ദിവസം? 3 + 1 4 ജോലി ചെയ്യും. അവർ 4 വർക്ക് ചെയ്യും ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ ഈ 24 വർക്ക് തീർക്കാൻ എത്ര ദിവസം വേണമെന്നല്ലേ പറയുന്നത്? എങ്കിൽ ടൈം ഓഫ് M + N + O എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി 24/4 എത്ര കിട്ടും? 6 days എന്ന് കിട്ടും. ഇതേ 6 days ആണല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ ഇത് ഏത് രീതി ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വലിയ ഡിഫറെൻ്റ് ആയിട്ടും തോന്നരുത്, ഡിഫിക്കൽട്ടായിട്ട് തോന്നരുത്. വളരെ എളുപ്പമാണ്. ആ രീതി കണ്ടാൽ മതി, അത്ര എളുപ്പമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. A is thrice as good a workman as B and therefore able to finish a job in 60 days less than B. Working together, they can do it in. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുക, പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക, പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നത് A is thrice good workman as B എന്ന് വെച്ചാൽ ത്രൈസ് ഗുഡ് വർക്ക്മാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെ കമ്പാരിസനാണ് പറയുന്നത്? അവരുടെ ടൈമിന്റെ കമ്പാരിസൺ ആണോ അതോ അവരുടെ എഫിഷ്യൻസിയുടെ കമ്പാരിസൺ ആണോ? അവരുടെ എഫിഷ്യൻസിയുടെ കമ്പാരിസൺ. കാരണം ഗുഡ് വർക്ക്മാൻ എന്നല്ലേ പറയുന്നത്, നല്ല ജോലി ചെയ്യുന്ന ആളെന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഫിഷ്യൻസി ഓഫ് A ഈസ് ടു എഫിഷ്യൻസി ഓഫ് B ആണ് ഇവിടെ പറയുന്നത്. എഫിഷ്യൻസി ഓഫ് A ഈസ് ടു B എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്? A ഈസ് ത്രൈസ് ആസ് ഗുഡ് വർക്ക്മാൻ ആസ് B. എന്നുവെച്ചാൽ അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എത്രയാ? 3:1 ആണ്. Aയുടെ എഫിഷ്യൻസി 3 ആണെങ്കിൽ Bയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും. എങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിന്റെ റേഷ്യോ കണ്ടുപിടിക്കും. ടൈം ഓഫ് A ഈസ് ടു ടൈം ഓഫ് B കണ്ടുപിടിക്കാൻ എപ്പോഴെങ്കിലും എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്കുണ്ടെങ്കിൽ അതിനെ ടൈമിന്റെ റേഷ്യോ ആക്കാൻ നേരെ ഇൻവേഴ്സ് എടുത്താൽ തിരിച്ചെടുത്താൽ മതി. എത്രയായിരിക്കും? 1:3 ആയിരിക്കും. എഫിഷ്യൻസി ഓഫ് A ഈസ് ടു B 3:1 ആണെങ്കിൽ ടൈം ഓഫ് A ഈസ് ടു B എത്രയായിരിക്കും? 1:3 ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ടൈം ഓഫ് A എന്ന് പറഞ്ഞാൽ നമ്മൾ 1x എടുത്താൽ ടൈം ഓഫ് B എത്രയായിരിക്കും? ഒരു 3x ആയിരിക്കും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. Therefore അപ്പം നമുക്ക് ടൈം ഓഫ് A കിട്ടി, 1x ടൈം കിട്ടി, ടൈം ഓഫ് B കിട്ടി 3x. കാരണം നമുക്ക് റേഷ്യോ ആണ് വന്നത്, അതിൻ്റെ ആക്ച്വൽ വാല്യൂ ആക്കി. ഇതൊക്കെ മുമ്പ് ഞാൻ റേഷ്യോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ റേഷ്യോ ഞാൻ ആക്ച്വൽ വാല്യൂ 1x 3x എന്ന് പറഞ്ഞ് എഴുതി. ഇനി പറയുന്നു therefore is B and therefore able to finish a job in 60 days less than B. അതായത് ടൈം ഓഫ് A B മൈനസ് ടൈം ഓഫ് A എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 60 days ആണ്. ഓക്കെ, അതായത് ഈ A Bയേക്കാൾ 3 times നല്ല ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അയാൾക്ക് Bയേക്കാൾ 60 ദിവസം കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ ആ ഒരു ജോലി തീർക്കാൻ. ഒരു പർട്ടിക്കുലർ ജോലി തീർക്കാൻ Bക്ക് എത്ര ദിവസം വേണ്ടി വന്നോ അതിനേക്കാൾ 60 days കുറവായിരുന്നു ആർക്ക്? Aക്ക് എന്നല്ലേ പറയുന്നത്. സ്വാഭാവികമായിട്ട് Aയുടെ എഫിഷ്യൻസി കൂടുതലായതുകൊണ്ടും Aയുടെ ടൈം കുറവായതുകൊണ്ട്. എത്ര കുറവാണ്? Bയേക്കാൾ 60 കുറവായതുകൊണ്ട്. എങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അങ്ങനെ എടുക്കാം. 3x - 1x അല്ലേ ഈ 60 എന്ന് പറഞ്ഞാൽ? അതായത് 2xന്റെ വാല്യൂ അല്ലേ 60 എന്ന് പറയുന്നത്? എങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. എക്സ് 30 ആണെങ്കിൽ ടൈം ഓഫ് A എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ടൈം ഓഫ് B എന്ന് എത്ര കിട്ടും? 3 × x 3 × 30 90 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യന്റെ ഇൻഡിവിജ്വൽ ടൈം ഓഫ് A ആൻഡ് B. ഇനി എന്താ വേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും എന്നല്ല ചോദിച്ചേക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും? 2 ദിവസം രണ്ടുപേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും ടോട്ടൽ വർക്ക്? ടോട്ടൽ വർക്ക് നമുക്ക് LCM ഓഫ് 30 and 90. ടോട്ടൽ വർക്ക് നമുക്കറിയാം എത്രയായിരിക്കും? അതിൻ്റെ LCM 90 തന്നെയായിരിക്കും. ഇനി അവരുടെ എഫിഷ്യൻസി നമുക്ക് ആൾറെഡി അറിയാം 1:3 ആണ്. തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട് 1:3 എന്നുള്ള കാര്യം. എങ്കിൽ സം ഓഫ് എഫിഷ്യൻസി എത്ര കിട്ടും? 90/4 എന്ന് കിട്ടും. ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ടൈം കിട്ടും. ഈ ടൈം ഓഫ് A ആൻഡ് B, Aയും Bയും കൂടി എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അവരുടെ ടോട്ടൽ വർക്ക് 90 കിട്ടും. ടോട്ടൽ വർക്കിൽ നിന്നും ടോട്ടൽ എഫിഷ്യൻസി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ടൈം കിട്ടും. Aയുടെയും Bയുടെയും കൂടി ടൈം കിട്ടും. 90/4 എത്ര കിട്ടും? 90/2 45 22.5 എന്ന് കിട്ടും. അതായത് 90/4 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 22.5 ഡേയ്സ് കൊണ്ട് Aയും Bയും കൂടി ഈ ജോലി തീർക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി എങ്ങനെയായിരുന്നു? നമുക്ക് A ഈസ് ത്രൈസ് ഗുഡ് വർക്ക്മാൻ ആസ് B എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് A ഈസ് ടു B എന്ന് പറഞ്ഞാൽ 3:1 ആയിരിക്കും. എഫിഷ്യൻസി ഓഫ് A ഈസ് ടു B എത്ര കിട്ടും? 3:1 കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് therefore A is able to finish a job in 60 days less than B. B ചെയ്യുന്നതിനേക്കാൾ 60 days കുറച്ച്. B ചെയ്യുന്നതിനേക്കാൾ A 60 days കുറച്ചെന്ന് പറയുമ്പോൾ B മൈനസ് A ചെയ്താൽ എത്ര കിട്ടണം? 60 കിട്ടണം. Bയുടെ നമ്മൾ കണ്ടുപിടിച്ചു 3x ആണെന്ന്, Aയുടെ പറഞ്ഞു 1x ആണെന്ന്. എങ്കിൽ 3x - 1x
2x വാല്യൂ നമുക്ക് 16 കിട്ടും എങ്കിൽ എക്സിന്റെ വാല്യൂ 30 കിട്ടും. എക്സ് 30 ആണെങ്കിൽ ടൈം ഓഫ് എ എത്ര കിട്ടും? 30 കിട്ടും. ടൈം ഓഫ് ബി എത്ര കിട്ടും? 90 കിട്ടും. ടൈം ഓഫ് എ 30 ബി 90 ആണെങ്കിൽ അവരുടെ LCM എടുക്കുന്നു. LCM ഓഫ് 30 and 90 തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ടോട്ടൽ വർക്ക് 90 ആണെന്ന്. ഇനി എഫിഷ്യൻസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ എഫിഷ്യൻസി തന്നിട്ടുള്ളതുകൊണ്ട് വീണ്ടും എഫിഷ്യൻസി എടുക്കണ്ട. എഫിഷ്യൻസി A:B നമുക്ക് 3:1 നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എയുടെ എഫിഷ്യൻസി 3x 1x അല്ലെങ്കിൽ സം എത്ര കിട്ടും? 4x. എയും ബിയും കൂടി ചേർന്നാൽ ഒരു 4 വർക്ക് തീർക്കും. മൊത്തം 90/4 എത്ര കിട്ടും? 22.5 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 22.5 ദിവസം കൊണ്ട് അവർ ആ ജോലി കംപ്ലീറ്റ് ചെയ്യും. ആരൊക്കെ കൂടി? എയും ബിയും കൂടി ഒരുമിച്ച് ആ ഒരു മൊത്തം ജോലി തീർക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഈ എഫിഷ്യൻസിയുടെ കാര്യമൊക്കെ തന്നാലും റേഷ്യോ തന്നാലും നമ്മുടെ ക്വസ്റ്റ്യനെ കൺവേർട്ട് ചെയ്ത് എഫിഷ്യൻസിയെ ടൈമാക്കി മാറ്റിയൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ഈ ക്വസ്റ്റ്യൻ? X can do a piece of work in 40 days. He works at it for 8 days and then by finish it in 16 days. How long will they together to take complete the work? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് എക്സ് ഈ മുഴുവൻ ജോലി ചെയ്യുന്ന തീർക്കുന്ന സമയമോ അല്ലെങ്കിൽ വൈ ഈ ജോലി തീർക്കുന്ന സമയമോ പറഞ്ഞിട്ടില്ല. പക്ഷേ എക്സിന്റെ കാര്യം മാത്രം പറയുന്നുണ്ട്. എക്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 40 days. എക്സ് മാത്രം ഈ ജോലി ഒരു 40 days കൊണ്ട് വർക്ക് തീർക്കും. ഏത്? ഈ ഒരു പർട്ടിക്കുലർ ജോലി എക്സ് മാത്രം ഒരു 40 days കൊണ്ട് തീർക്കും. പക്ഷെ വൈ ഈ ജോലി മുഴുവൻ ജോലിയാണ് 16 ദിവസം കൊണ്ട് തീർക്കുന്നത്. അല്ല, തെറ്റിപ്പോരുത്. വൈ ഈ ജോലിയല്ല 16 ദിവസം കൊണ്ട് തീർക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? എക്സ് 40 ദിവസം കൊണ്ട് ഈ ജോലി തീർക്കുമായിരുന്നു. പക്ഷേ എക്സ് എത്ര ദിവസമേ വർക്ക് ചെയ്തുള്ളൂ? 8 ദിവസമേ വർക്ക് ചെയ്തുള്ളൂ. മൊത്തം 40 ദിവസം ചെയ്തെങ്കിലേ തീരത്തുള്ളായിരുന്നു. പക്ഷേ അയാൾ എത്ര ദിവസം ചെയ്തുള്ളൂ? 8 ദിവസമേ ചെയ്തുള്ളൂ. അപ്പം ബാക്കി കുറച്ച് ജോലി ബാക്കിയില്ലേ? ആ ബാക്കിയുള്ള ജോലി ആരാ ചെയ്യാൻ വരുന്നത്? എക്സ് 8 ദിവസം ജോലി ചെയ്തിട്ട് എക്സ് കളഞ്ഞിട്ട് പോയി. അപ്പം ബാക്കിയുള്ള കുറച്ച് ജോലിയുണ്ട്. ഈ ബാക്കിയുള്ള ജോലി ചെയ്യാൻ വേണ്ടി ആരെ വിളിച്ചു? വൈയെ വിളിച്ചു. പക്ഷെ വൈ എത്ര ദിവസം കൊണ്ടാണ് ഈ മുഴുവൻ ജോലി ചെയ്ത് തീർക്കുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ വൈ ഈ ബാലൻസ് ഉള്ള ജോലി, ആ ബാലൻസ് വർക്ക് എത്ര ദിവസം തീർത്തു? വൈ ഒരു 16 days കൊണ്ടാണ് ആ ബാലൻസ് വർക്ക് തീർത്തത്. ഈ ഫുൾ ജോലിയല്ല തീർക്കുന്നത്. ഈ എക്സ് 8 days ചെയ്ത് തീർത്ത ജോലിയുടെ ബാക്കി ജോലിയാണ് എന്ത് ചെയ്യുന്നത്? വൈ 16 ദിവസം കൊണ്ട് തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കൂടി ഒരുമിച്ച് ഈ മുഴുവൻ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിച്ചേക്കുക. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവരുടെ ടൈമൊന്നും തന്നിട്ടില്ല. ആകെ ഇൻഡിവിജ്വലായിട്ട് എക്സ് മാത്രമേ ഈ ജോലി ചെയ്ത് തീർക്കുന്ന സമയം പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ എക്സ് 8 days വർക്ക് ചെയ്തിട്ട് പോയി എങ്കിൽ ബാക്കിയുള്ള ജോലി വൈ 16 ദിവസം കൊണ്ടാണ് തീർക്കുന്നതെങ്കിൽ എക്സും വൈയും കൂടി ചേർന്ന് ഈ ജോലി എത്ര ദിവസം തീർക്കും? അങ്ങനെ നമുക്ക് ആര് വേണം? വൈ ഈ മുഴുവൻ ജോലി എത്ര ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കുന്നത് കണ്ടുപിടിക്കണം. പക്ഷെ വൈ ഈ റിമൈനിങ് വർക്കല്ലേ 16 days കൊണ്ട് തീർക്കുന്നത്. അപ്പം വൈയുടെ ടോട്ടൽ ഈ ഒരു വർക്ക് മുഴുവൻ ചെയ്ത് തീർക്കാനുള്ള സമയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. അതെങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് തന്നിരിക്കുന്ന എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം LCM എടുത്താൽ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞു? ടോട്ടൽ വർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എങ്കിൽ LCM 48 16 എത്ര കിട്ടും? 80 കിട്ടും. അപ്പോൾ ടോട്ടൽ വർക്ക് അതായത് 16ന്റെയും 8ന്റെയും 14ന്റെയും 14 നെക്സ്റ്റ് മൾട്ടിപ്പിൾ 80 16 മൾട്ടിപ്പിൾ അല്ലേ? ആണ്. 16 × 5 ആണ് 80, 8 × 10 ആണ് 80, 40 × 2 ആണ് 80. അപ്പം LCM ടോട്ടൽ വർക്ക് എത്ര കിട്ടും? 80 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആരുടെ എഫിഷ്യൻസി കിട്ടും? ആരുടെ ആയിരിക്കും എഫിഷ്യൻസി കിട്ടുന്നത്? കാരണം ഈ 80 എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ജോലിയാണ്. ഈ മുഴുവൻ ജോലി ഇവിടെ ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം പറയുന്നത് ഈ ടോട്ടൽ വർക്ക് എക്സ് 40 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ എഫിഷ്യൻസി ആരെ കിട്ടും? എക്സിനെ കിട്ടും. അതായത് ടോട്ടൽ വർക്ക് ഈ മുഴുവൻ ജോലി ചെയ്യാനാണ് എക്സിന് എത്ര ദിവസം? 40 ദിവസം. അപ്പൊ എക്സ് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 2 ജോലി ചെയ്യും എക്സ് ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എക്സ് ഒരു ദിവസം 2 ജോലി ചെയ്യുമെന്ന് അല്ലേ? അങ്ങനെ തന്നെ മനസ്സിലാക്കുക. എക്സ് ഒരു ദിവസം 2 ജോലി ചെയ്യും. പക്ഷേ ഇവിടെ എക്സ് എത്ര ദിവസം ജോലി ചെയ്തുള്ളൂ? 8 ദിവസം ജോലി ചെയ്തുള്ളൂ. സ്വാഭാവികമായിട്ടും ടോട്ടൽ വർക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എക്സ് ഒരു ദിവസം 2 ജോലി ചെയ്യും. അങ്ങനെ എക്സ് 8 ദിവസം ജോലി ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്ര ദിവസമായിരിക്കും? 8 × 2 16 വർക്കാണ് കംപ്ലീറ്റ് ആയത്. അങ്ങനെ മനസ്സിലാക്കാമോ? ടോട്ടൽ 80 ജോലി ഉണ്ടായിരുന്നു. ആ 80 വർക്കിൽ നിന്നും എക്സ് ഒരു ദിവസം 2 ജോലി ചെയ്യുന്ന കിട്ടി. കാരണം മുഴുവൻ ജോലി ചെയ്ത് തീർക്കാൻ എക്സിന് 40 ദിവസമായിരുന്നു. സ്വാഭാവികമായിട്ട് എക്സിന് ഒരു ദിവസം 2 ദിവസം വേണ്ടി വരും. ഒരു ദിവസം 2 വർക്ക് തീർക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ 8 ദിവസം വർക്ക് ചെയ്താൽ 8 × 2 16 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ആൾറെഡി ഈ പറയുന്ന എക്സ് ഒരു 16 വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി നിർത്തി പോയത്. എങ്കിൽ ഇനി റിമൈനിങ് വർക്ക്, അതായത് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക്, ബാലൻസ് വർക്ക് എത്രയാണ്? ബാലൻസ് വർക്ക് എന്ന് വെച്ചാൽ മൊത്തം 80 വർക്ക് ഉണ്ടായിരുന്നു, അതിൽ 16 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എങ്കിൽ ബാലൻസ് വർക്ക് എത്ര ഉണ്ടാവും? 80 - 16, 80 - 10, 70 - 6, 64 വർക്ക് ഇനി ബാക്കിയുണ്ട്. അതായത് ഇനി എത്ര ജോലിയോട് തീർക്കാനുണ്ട്? ഒരു 64 വർക്ക് കൂടി തീരാനുണ്ട്. ആ തീരാനുള്ള ബാലൻസ് വർക്കാണ് ആര് തീർത്തത്?
വൈ തീർത്തത്. ആരാ തീർത്തത്? വൈ ആണ് തീർത്തത്. എത്ര ദിവസം കൊണ്ടാണ് തീർത്തത്? 16 ദിവസം കൊണ്ടാണ് തീർത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, വൈ ഈ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായിരുന്നു? 16 days ആയിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ആ വൈ കംപ്ലീറ്റ് ചെയ്ത ടൈം നമുക്കറിയാം, ആ കംപ്ലീറ്റ് ചെയ്ത വർക്ക് എത്ര വർക്കാണ് തീർത്തത് നമുക്കറിയാം. 64 വർക്കാണ് അയാൾ എത്ര ദിവസം കൊണ്ട് തീർത്തത്? 16 days കൊണ്ട് തീർത്തത്. എങ്കിൽ സ്വാഭാവികമായിട്ടും എഫിഷ്യൻസി ഓഫ് വൈ കിട്ടത്തില്ലേ? എഫിഷ്യൻസി ഓഫ് വൈ നമുക്ക് കിട്ടിക്കൂടെ? കാരണം എന്താ എഫിഷ്യൻസി വൈ കണ്ടുപിടിക്കുന്നത്? എന്താ? വർക്ക് ബൈ ടൈം ഓഫ് വൈ. എന്താണോ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, ഏത് വർക്കാണോ കംപ്ലീറ്റ് ചെയ്തത്, ആ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഏത് വർക്കായിരുന്നു വൈ ചെയ്തത്? ഈ 64 വർക്കാണ് വൈ ചെയ്തത്. നമുക്ക് വൈ ചെയ്ത വർക്ക് ഇപ്പോൾ മനസ്സിലായി. എത്ര വർക്കാണ് ചെയ്തത്? സി അല്ല വൈ 64 വർക്കാണ് ചെയ്തത്. എത്ര ദിവസം കൊണ്ട്? 16 ദിവസം കൊണ്ട്. കാരണം എക്സ് ചെയ്ത് തീർത്തതിന്റെ ബാലൻസ് വർക്കാണ് ആര് ചെയ്തത്? വൈ ചെയ്തത്. എത്ര ദിവസം കൊണ്ട്? 16 days കൊണ്ടാണ് അയാൾ തീർത്തത്. അപ്പം ബാലൻസ് ഉള്ള 64 വർക്ക് അയാൾ 16 days കൊണ്ട് തീർത്തു. എങ്കിൽ അയാളുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 64/16 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പം എഫിഷ്യൻസി ഓഫ് വൈ 4 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? വൈ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 4 ജോലി ചെയ്യും. എക്സ് ആണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 2 ജോലി ചെയ്യും. എങ്കിൽ എക്സും വൈയും കൂടി ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 4 2 6 ജോലി ചെയ്യും. അപ്പൊ എക്സും വൈയും കൂടി ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 6 ജോലി ചെയ്യും. എങ്കിൽ ടോട്ടൽ ടൈം ഓഫ് എക്സ് ആൻഡ് വൈ അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നല്ലേ? ടൈം ഓഫ് എക്സ് ആൻഡ് വൈ നമുക്കറിയാം. ടോട്ടൽ വർക്ക് നമുക്കറിയാം എത്രയായിരുന്നു? 80 ആണെന്നറിയാം. ടോട്ടൽ വർക്ക് 80 ആയിരുന്നു. എക്സും വൈയും കൂടി ചേർന്ന് ഒരു ദിവസം എത്ര വർക്ക് തീർക്കും? 6 വർക്ക് തീർക്കും. എങ്കിൽ ടോട്ടൽ ടൈം 80/6 ആയിരിക്കും. 80/6 എത്ര കിട്ടും? 1 6 are 6 20, 3 6 are 18 20, 13.33 എന്നൊക്കെ പറഞ്ഞു കിട്ടും. അത്രയും ഡേയ്സ് ആയിരിക്കും ഇവർ രണ്ടുപേരും കൂടി, അത്രയും ഡേയ്സ് എടുത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവർ ഈ പറയുന്ന രണ്ടുപേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്ത് തീർക്കുന്ന സമയം. ഈ എക്സും വൈയും കൂടി ചേർന്ന് ആ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയമാണെന്ത്? ഈ പറയുന്ന 13 days എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അതായത് എക്സും ഒരു ജോലി 40 days കൊണ്ട് തീർക്കും. എക്സ് ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 40 days കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ആ ആള് ആ ജോലി ചെയ്ത് ആ 40 days കൊണ്ട് തീർക്കുന്ന ജോലി ചെയ്യാൻ വേണ്ടി വന്നു ആര്? എക്സ്. പക്ഷേ എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഒരു 8 ദിവസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ അയാൾ ആ ജോലിയിൽ നിന്ന് പോയി. അങ്ങനെ എന്ത് ചെയ്തു? ബാക്കിയുള്ള ജോലി ഫിനിഷ് ചെയ്ത ആരായിരുന്നു? വൈ ആയിരുന്നു. ആ ബാക്കിയുള്ള ജോലി വൈ എത്ര ദിവസം കൊണ്ട് തീർത്തു? 16 days കൊണ്ട് തീർത്തു. ബാക്കിയുള്ള ജോലി വൈ എത്ര ദിവസം കൊണ്ട് തീർത്തു? 16 days കൊണ്ട് തീർത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ കഥ പറയാണ്, ഈ മുഴുവൻ ജോലി എക്സും വൈ ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കാം? അപ്പൊ നമുക്ക് ക്ലൂ എന്തൊക്കെയുള്ളൂ? ആദ്യം തന്നിരിക്കുന്ന എക്സ് മാത്രമേ ഈ ജോലി ചെയ്യുന്ന 40 days തന്നിട്ടുണ്ട്. പിന്നെ എക്സ് 8 days വർക്ക് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ വൈ 60 days കൊണ്ട് ബാക്കിയുള്ള ജോലി റിമൈനിങ് വർക്കാണ് എന്ത് ചെയ്തത്? വൈ 16 days കൊണ്ട് തീർത്തല്ല, ടോട്ടൽ വർക്ക് അല്ല, റിമൈനിങ് വർക്ക് വൈ ഒരു 16 days കൊണ്ട് തീർത്ത കാര്യം പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞൊരു ക്ലൂ ഉണ്ടായിരുന്നു, നമുക്ക് തന്നിരിക്കുന്ന ടൈമുകൾ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം കൂടി LCM എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. അങ്ങനെ നമ്മൾ LCM ഓഫ് 40, 8, 16 നോക്കുന്നു. ടോട്ടൽ വർക്ക് എത്ര കിട്ടി? 80 എന്ന് കിട്ടി. അങ്ങനെ ടോട്ടൽ വർക്ക് 80 ആണെങ്കിൽ നമുക്ക് ആരുടെ എഫിഷ്യൻസി കിട്ടും? എക്സിന്റെ മാത്രമേ എഫിഷ്യൻസി കിട്ടും അവിടുന്ന്. കാരണം ഈ 80/16 ചെയ്താൽ വൈയുടെ എഫിഷ്യൻസി കിട്ടത്തില്ല. കാരണം എന്താ? ഈ വൈ ഈ 16 days കൊണ്ട് ഈ മുഴുവൻ ജോലി ചെയ്ത് തീർക്കുന്നില്ല. ഈ എക്സ് 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ബാലൻസ് ജോലിയാണ് ആര് ചെയ്യുന്നത്? വൈ 16 days ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കൽ പണ്ട് ചെയ്ത കണക്ക് 80/40 ചെയ്താൽ എക്സിന്റെ വർക്ക് എഫിഷ്യൻസി കിട്ടും, 40/16 ചെയ്താൽ വൈയുടെ എഫിഷ്യൻസി കിട്ടും എന്ന് വിചാരിക്കരുത്. കാരണം വൈ ഈ 16 days കൊണ്ട് തീർക്കുന്നത് ഈ മുഴുവൻ ജോലിയല്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. വൈ ഈ 16 days കൊണ്ട് തീർക്കുന്ന ജോലി എന്ന് വെച്ചാൽ എക്സ് 8 ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത ജോലിയുടെ ബാക്കി ജോലിയാണ് ആര് തീർക്കുന്നത്? വൈ തീർക്കുന്നത്. അപ്പൊ മുഴുവൻ ജോലി തീർക്കുന്നില്ല. എക്സ് ഇവിടെ 8 ദിവസം കൊണ്ട് തീർത്ത ജോലിയുടെ ബാക്കിയുള്ള ആ ജോലി അതെന്താണോ അതാണ് ഈ വൈ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്? 16 ദിവസം കൊണ്ട് തീർക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടില്ല? ഈ വൈയുടെ എഫിഷ്യൻസി കിട്ടില്ല. കാരണം എന്താ? വൈ ചെയ്ത വർക്ക് എന്താണെന്ന് നമുക്ക് തുടക്കത്തിൽ അറിയില്ല. വൈ ഈ 80 വർക്കും ചെയ്യുന്നില്ല, അതിൽ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ? ഒരു 8 ദിവസത്തെ വർക്ക് ആര് ചെയ്യുന്നുണ്ട്? എക്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബാലൻസ് വർക്ക് എന്താണോ അതാണ് എന്ത് ചെയ്യുന്നത്? വൈ 16 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്തേ കിട്ടുള്ളൂ? എഫിഷ്യൻസി ഓഫ് എക്സ് മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താ? എക്സ് ഈ മുഴുവൻ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന അറിയാം? 40 days കൊണ്ട് തീർക്കുന്ന അറിയാം. അപ്പൊ എക്സ് 40 days കൊണ്ടാണ് തീർക്കുന്നതെങ്കിൽ എക്സിന്റെ എഫിഷ്യൻസി 2 എന്ന് കിട്ടും. അങ്ങനെ എക്സിന്റെ എഫിഷ്യൻസി 2 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ 2 കൊണ്ട് ഒരു ദിവസം 2 വർക്ക് ചെയ്യും. അങ്ങനെ 8 ദിവസം വർക്ക് ചെയ്താൽ 8 × 2 16 വർക്ക് ആയിരിക്കും എക്സ് കംപ്ലീറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. 16 വർക്ക് എക്സ് കംപ്ലീറ്റ് ചെയ്തു. എങ്കിൽ ഇനി ബാക്കി വർക്ക് എത്രയാന്ന് നോക്കുന്നു. അപ്പൊ ബാക്കി വർക്ക് 80 വർക്കിൽ നിന്നും 16 വർക്ക് മൈനസ് ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 64 വർക്ക് ഉണ്ട് ബാക്കി. അങ്ങനെ ആ ബാക്കിയുള്ള 64 വർക്ക് തീർക്കാൻ ഇനി ആരാ വരുന്നത്? വൈയാ വരുന്നത്.
അപ്പോൾ ആ 64 വർക്ക് വൈ എത്ര ദിവസം കൊണ്ട് തീർത്തു എന്നാണ് പറയുന്നത്? ആ 64 വർക്ക് വൈ എത്ര ദിവസം കൊണ്ട് തീർത്തു? 16 ഡേയ്സ് കൊണ്ട് തീർത്തു. 64/16 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അതായത് എഫിഷ്യൻസി ഓഫ് വൈ, അതായത് വൈ ഒരു ദിവസം എത്ര വർക്ക് വെച്ച് തീർക്കുമായിരിക്കും? 4 വർക്ക് വെച്ച് തീർക്കുമായിരിക്കും. അങ്ങനെ ആയതുകൊണ്ടല്ലേ അയാൾ 16 ദിവസം കൊണ്ട് 64 വർക്ക് തീർത്തേ. അപ്പം വൈ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 4 ജോലി ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 2 ജോലി ചെയ്യും. അപ്പൊ എക്സ് 2 ജോലി, വൈ 4 ജോലി. അപ്പൊ അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം എത്ര ജോലി തീർക്കും? 6 ജോലി തീർക്കും. അപ്പൊ എക്സും വൈയും കൂടി ഒരു ദിവസം 6 ജോലി തീർക്കുമെങ്കിൽ അവർക്ക് 80 ജോലി തീർക്കാൻ വേണ്ടി എത്ര ദിവസം വേണ്ടി വരും? 80/6 ഡേയ്സ് വേണ്ടി വരും. അപ്പൊ അതായിരിക്കും എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എക്സും വൈയും കൂടി ചേർന്ന് എത്ര ദിവസം വേണ്ടി വരും? ഒരു 13/1/3 ഡേയ്സ് കൊണ്ട് ആ വർക്ക് തീർക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തേക്കുക. 1-2 അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലത്തെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ ഏതാണ്ട് ഏകദേശം നമുക്ക് ടഫായിട്ടുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി. ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ വരും ദിവസങ്ങൾ പഠിപ്പിക്കാം. തൽക്കാലം നിങ്ങൾ ഇതൊക്കെ നോക്കി പഠിച്ചേക്കാം. വീണ്ടും അടുത്ത ദിവസം കാണാം. ശരി, ബൈ.